നമസ്കാരം. നമസ്തേ. ഇന്ത്യയുടെ പ്രൊജക്ട് 77 അന്തർവാഹിനികൾക്ക് അമേരിക്കയുടെ സപ്പോർട്ട് കൂടി വരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു അണുവായുധ പരീക്ഷണത്തെ ഇത്തരത്തിലുള്ള സബ്മറൈൻ, എനിക്ക് തോന്നുന്നു സബ്മറൈൻ ആണെന്ന് തോന്നുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊജക്ട് 77 പോലത്തെയൊക്കെ കാര്യങ്ങളെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ മറ്റേതൊക്കെ രാജ്യങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ഉള്ളത്? അതുകൂടാതെ ഈ പ്രൊജക്ട് 77ന്റെ പ്രത്യേകത എന്താണ്? ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ആക്രമണ അന്തർവാഹിനികൾ 6 നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയാണ് പ്രൊജക്ട് 77. ഇത് ആദ്യം ഇതിന് പേരിട്ടിരുന്നത് പ്രൊജക്ട് 75 ആൽഫ എന്ന്. പ്രൊജക്ട് 75 ഇതുപോലെ ആക്രമണ അന്തർവാഹിനികൾ, അതായത് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ഒരു പ്രോജക്റ്റാണ് പ്രൊജക്ട് 75. അപ്പൊ ഇപ്പൊ ഇതിന് പേരിട്ടിരിക്കുന്നത് പ്രൊജക്ട് 77 എന്നാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി 6 അന്തർവാഹിനികളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 2 അന്തർവാഹിനികളുടെ ഡിസൈനും മറ്റ് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി. അതിനുവേണ്ടി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി CCS ഈ കഴിഞ്ഞ ഏപ്രിലോ മെയിലോ ആണെന്ന് തോന്നുന്നു 40,000 കോടി രൂപ ക്ലിയർ ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 20,000 കോടി രൂപയാണ് ഒരു അന്തർവാഹിനിയുടെ നിർമ്മാണ ചെലവ്. അപ്പം ഫൗസ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ ഒരു പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്? സാധാരണ പ്രതിരോധ മേഖലയിലുള്ള ഇന്ത്യയുടെ ഏത് പദ്ധതിയെയും പാരവെക്കാനും തുരങ്കം വെക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് അമേരിക്കയുടെ പ്രമുഖ തിങ്ക് ടാങ്കുകളും ഒക്കെ തന്നെ ഇത് തീർച്ചയായിട്ടും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. അതിന്റെ കാരണം അവർ പറയുന്നത് ഇതൊരു ഷെയർഡ് ഐഡിയൽസ് അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള, അതായത് അമേരിക്കയും പിന്തുടരുന്ന ചില ലക്ഷ്യങ്ങൾക്ക് നേടിയെടുക്കാൻ ഇത് സഹായകരമായിരിക്കുമെന്നാണ്. എന്താണ് അത്? അതായത് ചൈനയെ ഒന്ന് മൂക്കുകയറിടുക, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ആധിപത്യത്തിന് മൂക്കുകയറിടുക എന്നുള്ളതാണ് ആ ലക്ഷ്യം. ആ ലക്ഷ്യം സാധിച്ചെടുക്കാൻ ഈ പദ്ധതി കൊണ്ട് സാധ്യമാവും എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. ഇത് സാധാരണ ഇന്ത്യയുടെ പല വിമാനവാഹിനി കപ്പലുകളും ഇന്ത്യയുടെ അന്തർവാഹിനികളും ഒക്കെ അമേരിക്കയുടെ സമാനമായ പ്രോജക്റ്റുകൾ, കപ്പലുകളെക്കാളും അന്തർവാഹിനികളെക്കാളും ഒക്കെ വളരെ ചെറുതായിരിക്കും. പക്ഷേ ഇതിനെ പറയുന്ന SSN എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നേവിയുടെ സാങ്കേതിക ജാർഗണിൽ ഇതിനെ വിളിക്കുന്നത് ഷിപ്പ് സബ്മേഴ്സിബിൾ ന്യൂക്ലിയർ എന്നാണ്. അതായത് കടലിനടിയിൽ മുങ്ങിക്കിടക്കുന്ന കപ്പൽ എന്നുള്ളതാണ്. ന്യൂക്ലിയർ ശക്തിയുണ്ട്, അതാണ് സബ്മർസിബിൾ ഷിപ്പ് ന്യൂക്ലിയർ എന്ന് പറയും. അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ ന്യൂക്ലിയർ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു തരം അന്തർവാഹിനികളുണ്ട്. അതിന് പറയുന്ന SSBN എന്നാണ്, ഷിപ്പ് സബ്മേഴ്സിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ. അതാണ് ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുന്നത്. ഈ SSNകളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാവില്ല. പകരം ക്രൂയിസ് മിസൈലുകള്, മറ്റ് അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള ഹെവി ടോർപിഡോകള്, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ്. മൈൻ പാകാനുള്ള സംവിധാനങ്ങള്. ഇപ്പം ഇതിന്റെ ഒരു ലക്ഷ്യം, 2-3 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ശത്രു രാജ്യങ്ങളെ പോയിട്ട് ആക്രമിക്കുക. അത് ഇതിലേതാണ്ട് 24ഓളം ബ്രഹ്മോസ് ഹൈപ്പർസോണിക്, നമ്മളിപ്പോ നിർമ്മിച്ചിരിക്കുന്ന ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ, 1500 കിലോമീറ്റർ റേഞ്ചുള്ള ഹൈപ്പർസോണിക് മിസൈല്, അതുപോലെ തന്നെ മറ്റ് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈല്, ഇതൊക്കെ തന്നെ വഹിക്കാനുള്ള ശേഷിയുള്ള ഒരു അന്തർവാഹിനിയാണിത്. ഇത് 10,000 ടൺ ഡിസ്പ്ലേസ്മെന്റ്, ഭാരം 10,000 ടണ്ണിന് മുകളിൽ. സമാനമായ അമേരിക്കയുടെ അന്തർവാഹിനിയുണ്ട്, വിർജീനിയ ക്ലാസ്. ആ വിർജീനിയ ക്ലാസും ഇതും ഏതാണ്ട് ഒരേ വലുപ്പമാണ്. അമേരിക്കയുടെ അന്തർവാഹിനി 10,600 ടണ്ണാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ ഇത്. അങ്ങനെയുള്ള ആ ഒരു അന്തർവാഹിനി അതാണ് ഞാൻ പറഞ്ഞത്, സാധാരണഗതിയിൽ അമേരിക്കയുടെ അന്തർവാഹിനികളെക്കാളൊക്കെ ചെറുതാണ് നമ്മുടെ അന്തർവാഹിനികൾ. പക്ഷെ ഈ ഒരു അന്തർവാഹിനി അങ്ങനെയല്ല. അമേരിക്കയുടെ അന്തർവാഹിനികളിൽ ഏതാണ്ട് തുല്യം തന്നെയാണ്. ഇതിന്റെ മിസൈലുകൾ ഇതിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നത് വെർട്ടിക്കലായിട്ടാണ്. ഇപ്പൊ സാധാരണ മറ്റ് അന്തർവാഹിനികളിൽ അത് റിലീസ് ചെയ്തിട്ട് ആ മിസൈല് തനിയെ ഇങ്ങനെ ജലോപരിതലത്തിലേക്ക് പൊന്തി വന്ന് അവിടെ നിന്നും അത് പ്രവർത്തനം തുടങ്ങുകയാണ്. അവിടെ നിന്നാണ് ഇഗ്നിഷൻ നടന്നിട്ട് പിന്നെ
അത് മുകളിലോട്ട് കുതിക്കുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, 24 സെൽ വെർട്ടിക്കൽ ലോഞ്ചിങ് സിസ്റ്റമാണ്. നേരെ മുകളിലോട്ട് വിടാൻ പറ്റും. അങ്ങനെയുള്ള വെർട്ടിക്കൽ ലോഞ്ചിങ് സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ വെർജീനിയ ക്ലാസ് 5 അതിന് സമാനമാണ്. പക്ഷേ അതിലൊരെണ്ണം നിർമ്മിക്കാനുള്ള ചെലവെന്ന് പറയുന്നത് 4.2 ബില്യൺ US ഡോളറാണ്. പക്ഷേ നമ്മുടെ ഈ പ്രൊജക്ട് 77 ഒരു അന്തർവാഹിനി നിർമ്മിക്കാനുള്ള ചെലവ് വെറും 2.08 ബില്യൺ US ഡോളറാണ്. ഇതെങ്ങനെ സാധ്യമായി എന്ന് ചോദിച്ചാൽ, ഇത് 95% ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ പാർട്സ് സോഴ്സ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുമാണ്. അപ്പോ അങ്ങനെ പൂർണ്ണ സാങ്കേതിക വിദ്യ നമ്മുടേതാണ്. നമ്മൾ അതിന്റെ പാർട്സ് ഒക്കെ തന്നെ രാജ്യത്തിനുള്ളിൽ നിന്നാണ് അത് സോഴ്സ് ചെയ്യുന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഈ അന്തർവാഹിനിക്ക് ശക്തി കൊടുക്കുന്നത് 190 മെഗാവാട്ടിന്റെ ഒരു പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടറാണ്. അതായത് ഒരു ആണവ റിയാക്ടർ, ചെറിയൊരു ആണവ റിയാക്ടർ നമ്മൾ നിർമ്മിച്ചിട്ട് ആ റിയാക്ടറാണ് ഈ അന്തർവാഹിനി പ്രവർത്തിക്കാനായിട്ട് ശക്തി നൽകുന്നത്. ആ ശക്തി കൊടുക്കുന്ന അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു കുതിച്ചുചാട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുന്ന അന്തർവാഹിനികളുടെ ഉപയോഗിക്കുന്ന റിയാക്ടറും നമ്മൾ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതിനേക്കാൾ ഒക്കെ ഉപരി ഇതിൽ ഉപയോഗിക്കുന്ന ഇത് നിർമ്മിക്കാനുള്ള സ്റ്റീല് അതും ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇത് സമാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റുകൾ ഇപ്പം SSN എന്ന് പറയുന്ന ആക്രമണ അന്തർവാഹിനികൾ ചൈനയ്ക്കുണ്ട്, അതുപോലെ തന്നെ UK-ക്കുണ്ട്, ഫ്രാൻസിനുണ്ട്, US-നുണ്ട്. ഇങ്ങനെ ഒരു 4-5 രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഫ്രാൻസിന്റെയും UK-യുടെയും ഒക്കെ, ഇപ്പൊ ഫ്രാൻസിന്റെ അന്തർവാഹിനിയുടെ പേര് ബറാക്കുഡ എന്നാണ്. ബറാക്കുഡ എന്നത് ഒരു മത്സ്യത്തിന്റെ പേരാണ്. അതുപോലെ UK-യുടെ അസ്റ്റ്യൂട്ട് ക്ലാസ് എന്ന SSN. പക്ഷെ അതൊക്കെ തന്നെ ചെറുതാണ്. നമ്മുടെ ഈ അന്തർവാഹിനികൾ യഥാർത്ഥത്തിൽ നമ്മുടെ SSBN, അതായത് നമ്മുടെ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുന്ന അന്തർവാഹിനികൾക്കും ഇതിന്റെ ഒരു സംരക്ഷണം ആവശ്യം. ഈ SSBN-കൾ എപ്പോഴും അതിനെ ആക്രമിച്ച് നശിപ്പിക്കാനായിട്ട് ശത്രു ശ്രമിക്കും. ശത്രുവിന്റെ അന്തർവാഹിനികൾ ഇന്ത്യയുടെ SSBN-കളെ തേടി സമുദ്രത്തിലൂടെ പതുങ്ങി വരുമ്പോൾ അവയെ കണ്ടെത്തി ലോങ് റേഞ്ച് ഹെവി ടോർപിഡോകൾ വിക്ഷേപിക്കാനുള്ള കരുത്ത് ഈ SSN എന്ന് പറയുന്ന ആക്രമണ ന്യൂക്ലിയർ അന്തർവാഹിനികൾക്കുണ്ട്. അപ്പോ SSBN-കൾ പ്രവർത്തിക്കണമെങ്കിലും ഈ SSN-കളും അതോടൊപ്പം തന്നെ ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികളും വേണം. അപ്പം ഈ 6 ന്യൂക്ലിയർ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ആക്രമണ അന്തർവാഹിനികളോടൊപ്പം ഏതാണ്ട് 12ഓളം ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ നമ്മളിപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. അത് വേറൊരു പ്രോജക്റ്റാണ്. ജർമ്മനിയുടെ തൈസൺ ഗ്രൂപ്പ് ലിമിറ്റഡ് ആണ് അതിൽ നമ്മുടെ പാർട്ണർ. അത് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ അത് ഒപ്പുവെച്ചു. അതിന്റെ നിർമ്മാണവും ഒരു ഭാഗത്ത് വരും. അപ്പോ ഈ 3 തരത്തിലുള്ള അന്തർവാഹിനികളും ചേരുന്ന ഒരു മുന്നേറ്റം അത് തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തടയിടാൻ സാധിക്കും, ചൈനയെ തടയാൻ സാധിക്കും എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കയുടെ ഒരു വിലയിരുത്തൽ അനുസരിച്ചിട്ട് ഇത്തരം ആധുനിക അന്തർവാഹിനികളുടെ ഒരു നിര ഉള്ള ഇന്ത്യ സ്വന്തമായിട്ട് തന്നെ ചൈനയുടെ മുന്നേറ്റത്തെ ഇന്ത്യൻ മഹാസമുദ്രം, അതായത് ബേ ഓഫ് ബംഗാൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങളിൽ തടഞ്ഞു നിർത്തും. അപ്പോ അമേരിക്കയ്ക്ക് അതൊരു പുതിയ അവസരം കൊടുക്കുകയാണ്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇനി പസഫിക് മഹാസമുദ്രവും അറ്റ്ലാന്റിക്കും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കാര്യം ഇന്ത്യ നോക്കിക്കൊള്ളും. ചൈനയാണ് അമേരിക്കയുടെ മുഖ്യ ശത്രു. ഇപ്പൊ അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ എണ്ണത്തിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഒക്കെ ചൈനയ്ക്കാണുള്ളത്. ചൈനയ്ക്ക് 65ഓളം അന്തർവാഹിനികൾ ഉണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്ക്. നേരത്തെ 45ഒക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അത്ര വലിയ ഒരു ശക്തിയായിട്ട് ചൈന മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഒരു പാർട്ട്ണറൂടെ വേണം എന്നുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇവിടെ
ഈ ഇന്ത്യയുമായിട്ട് ഇന്റലിജൻസ് ഷെയറിങ് ക്വാഡിന്റെ ഭാഗമായിട്ട് കരാറുണ്ട് അമേരിക്കയ്ക്ക്. അതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് അമേരിക്ക സ്വാഗതം ചെയ്യുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം. അപ്പോ ഈ മേഖലയിലെ ചൈനീസ് കപ്പലുകളുടെ നീക്കത്തെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് കൊടുക്കാനും ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യ സ്വയം പ്രതിരോധിക്കുകയും അതുപോലെ തന്നെ ക്വാഡ് സഖ്യത്തില് നിന്ന് മറ്റു രാജ്യങ്ങൾക്ക്, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനും ഈ രാജ്യങ്ങളെയൊക്കെ സംരക്ഷിക്കുക, അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ജോലിയിൽ നിന്ന് അമേരിക്കയ്ക്ക് താൽക്കാലികമായിട്ട് ഒരല്പം ആശ്വാസം കൊടുക്കാനും ഇന്ത്യക്ക് സാധിക്കും എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ചൈനയ്ക്ക് നേരെ വരുന്ന ഒരു വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഈ പദ്ധതി അതിന്റെ ഡെഡ് ലൈൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ 2030കളുടെ തുടക്കത്തിൽ ഈ SSNകൾ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന SSNകൾ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഭാഗമാകും. അതിനധികം കാലതാമസമൊന്നുമില്ല, ഒരു 4-5 വർഷത്തിനുള്ളിൽ ഇതിന്റെ ആദ്യത്തെ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിശകലനങ്ങളും കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിൽ എത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.